ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തട്ടടവാണ്. നമസ്കാരത്തിന് ശേഷം നമ്മൾ ഏറ്റവും ഫസ്റ്റ് പഠിക്കുന്ന അടവിന്റെ പേരാണ് തട്ടടവ്. ഈ ഒരു അടവിന്റെ പേര് എന്തുകൊണ്ടാണ് തട്ടടവ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ഈ അടവില് നമ്മുടെ പാദങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഹാൻഡ് മൂവ്മെന്റ്സ് ഒട്ടുമേ യൂസ് ചെയ്യാറില്ല. നമ്മളുടെ പാദങ്ങൾ തട്ടി തട്ടി കളിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അടവിന്റെ പേര് വരുന്നത് തട്ടടവ്. പാദങ്ങൾ തട്ടി കളിക്കുന്നത് കൊണ്ടാണ് അടവിന്റെ പേര് വരുന്നത് തട്ടടവ്. ഈ ഒരു അടവിന്റെ ഇമ്പോർട്ടൻസ് എന്താ നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു അടവ് ഏറ്റവും ആദ്യം പഠിക്കുന്നത് അറിയാമോ? നമ്മൾ ഈ ഒരു അടവ് ഏറ്റവും ആദ്യം പഠിക്കാനുള്ള റീസൺ എന്നും പറഞ്ഞാൽ നമ്മുടെ ബോഡി പോസ്ചർ ഒന്ന് കറക്റ്റ് ആവും. പിന്നെ നമ്മൾക്കല്ല അരമണ്ടി നിന്ന് കളിക്കാൻ കുറച്ചുകൂടി പ്രാക്ടീസ് കിട്ടും. നമ്മുടെ ലെഗ് മസിൽസ് കുറച്ചുകൂടി സ്ട്രോങ് ആവും. നമുക്ക് നമ്മുടെ റിഥം സ്കിൽസ് ഡെവലപ്പ് ആവും. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അടവ് ഏറ്റവും ആദ്യം പഠിക്കുന്നത്. തട്ടടവ് ടോട്ടൽ 8 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഈ ഒരു അടവ് കൂടുതൽ ആദിതാളത്തിലാണ് വരുന്നത്. നമുക്ക് തട്ടടവ് എങ്ങനെ കളിക്കുന്നത് നോക്കിയാലോ? ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ തട്ടടവ് കളിക്കുമ്പോൾ നമ്മളുടെ ഈ കൈകളെ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ വേസ്റ്റിൽ അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പിടിക്കും. ഓക്കെ, ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ പാദങ്ങൾ ഇങ്ങനെ വിടർത്തിയിട്ട് അരമണ്ടി പോസ്ചറിൽ ഇരിക്കും. ഈ ഒരു പോസ്ചറിനെയാണ് പറയുന്നത് അരമണ്ടി. നമ്മുടെ ബോഡി കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ബോഡി അലൈൻമെന്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തട്ടടവ് ലെഗ് സ്റ്റാമ്പ് ചെയ്ത് ഇങ്ങനെ കളിക്കും. ഈ ഒരു അടവിന്റെ പേരാണ് തട്ടടവ്. നമ്മൾ പാദങ്ങൾ തട്ടി കളിക്കുന്നത് കൊണ്ടാണ് ഈ അടവിന്റെ പേര് വരുന്നത് തട്ടടവ്. നമുക്ക് ഫസ്റ്റ് തട്ടടവ് നോക്കാം. ഫസ്റ്റ് തട്ടടവിന്റെ ചൊല്ല് വരുന്നത് ഇതാണ് ഫസ്റ്റ് തട്ടടവ്. തട്ടടവ് ടോട്ടൽ അടവ്സ് ടോട്ടൽ 3 സ്പീഡിലാണ് കളിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ് ആൻഡ് തേർഡ് സ്പീഡ്. ഫസ്റ്റ് സ്പീഡ് വരുമ്പോ ഇപ്പൊ നമ്മൾ നോക്കിയതുപോലെ സെക്കൻഡ് സ്പീഡ് വരുമ്പോ തേർഡ് സ്പീഡ് വരുമ്പോ ഇങ്ങനെയാണ് തേർഡ് സ്പീഡ് വരുമ്പോ. പതുക്കെ സ്പീഡ് ഇൻക്രീസ് ആവും. നമുക്കിനി ഫസ്റ്റ് തട്ടടവ് കളിച്ചു നോക്കാം. ഇങ്ങനെ അരമണ്ടിയിൽ നിന്നിട്ട് നമ്മുടെ ലെഗ് 1 by 1 സ്റ്റാമ്പ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് സ്പീഡ് ഇതാണ് നമ്മളുടെ തട്ടടവ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് തട്ടടവ് വരുമ്പോ 2 times നമ്മൾ ഈച്ച് ലെഗിൽ നമ്മൾ സ്റ്റാമ്പ് ചെയ്യും. ഓക്കെ, ഈച്ച് ലെഗിൽ നമ്മൾ റൈറ്റും ലെഫ്റ്റ് 2 times ടാപ്പ് ചെയ്യും. ഇനി നമുക്ക് സെക്കൻഡ് തട്ടടവ് ചെയ്യാം. കൈകൾ ഇങ്ങനെ വെച്ചിട്ട് അരമണ്ഡലം പോസ്റ്ററിൽ ഇരുന്നിട്ട് ഇനി സെക്കൻഡ് തട്ടടവ് ഇതാണ് നമ്മുടെ സെക്കൻഡ് തട്ടടവ്. ഇനി തേർഡ് തട്ടടവ് ഇതാണ് നമ്മളുടെ തേർഡ് തട്ടടവ്. ചെയ്യാം. നമ്മുടെ തേർഡ് തട്ടടവ്. ഫോർത്ത് തട്ടടവ് ഫോർ ടൈംസ് ഈച്ച് ലെഗ് നമ്മൾ ടാപ്പ് ചെയ്യും. എങ്ങനെ അരമണ്ഡലത്തിൽ നിന്നിട്ട്
നമ്മൾ ചെറുതായിട്ട് സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യും. ലൈക്ക് തെയ്യ തെയ്യ തെയ് തെയ് താം, തെയ്യ തെയ്യ തെയ് തെയ് താം. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് തട്ടടവിന്റെ ചൊല്ലി വരുന്നത്. നമുക്ക് പാദങ്ങളൊപ്പം ചെയ്ത് നോക്കിയാലോ? അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് തെയ്യ തെയ്യ തെയ് തെയ് താം, തെയ്യ തെയ്യ തെയ് തെയ് താം, തെയ്യ തെയ്യ തെയ് തെയ് താം, തെയ്യ തെയ്യ തെയ് തെയ് താം. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് തട്ടടവ്. തട്ടടവ് സിക്സ്ത്തിന്റെ ചൊല്ല് വരുമ്പോ തെയ് തെയ് താം, കിട്ട തക്ക തെയ് തെയ് താം, തെയ് തെയ് താം, കിട്ട തക്ക തെയ് തെയ് താം. ഇതാണ് സിക്സ്ത് തട്ടടവിന്റെ ചൊല്ല് വരുന്നത്. കിട്ട തക്ക എന്നുള്ളൊരു വേർഡ് നമ്മളല്ല ഒരു ഗ്യാപ്പ് ആണ് ഇടുന്നത്. നമ്മൾ 3-3 ആയിട്ടല്ല ചെയ്യുന്നത്. മീൻസ് ത്രീ സ്റ്റെപ്സ് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ചെറിയ ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് കിട്ടത്തക്ക എന്നുള്ളൊരു വേർഡ് ബ്രേക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ 3 സ്റ്റെപ്സ് പിന്നെയും ടാപ്പ് ചെയ്യും. ലൈക്ക് 1 2 3 കിട്ടത്തക്ക 1 2 3. അങ്ങനെയാണ് നമ്മളുടെ ലെഗ്സ് ബീറ്റ് ചെയ്യുന്നത്. നമുക്ക് പാദങ്ങളൊപ്പം ഒന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അരമണ്ഡലത്തിൽ നിന്നിട്ട് തെയ് തെയ് താം, കിട്ടത്തക്ക തെയ് തെയ് താം, തെയ് തെയ് താം, കിട്ടത്തക്ക തെയ് തെയ് താം, തെയ് തെയ് താം, കിട്ടത്തക്ക തെയ് തെയ് താം, തെയ് തെയ് താം, കിട്ടത്തക്ക തെയ് തെയ് താം. ഇതാണ് നമ്മുടെ സിക്സ്ത് തട്ടടവ്. സെവൻത് തട്ടടവ് നോക്കാം. സെവൻത് തട്ടടവിന്റെ ചൊല്ല് വരുന്നത് തെയ് തെയ് താം, തക്ക തെയ് തെയ് താം. ഈ തക്ക എന്നുള്ളൊരു വേർഡ് നമ്മൾ ഓൾട്ടർനേറ്റ് ലെഗിലായിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. മീൻസ് 3 ബീറ്റ്സ്. ഇവിടെ 4th ബീറ്റ് വരുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ലെഗിൽ നമ്മൾ ടാപ്പ് ചെയ്യും. ലൈക്ക് ഇപ്പൊ റൈറ്റ് ലെഗ് ചെയ്യുവാണെങ്കിൽ തെയ് തെയ് താ, തക്ക തക്ക എന്നുള്ള ഒരു ബീറ്റ് നമ്മൾ ലെഫ്റ്റ് ലെഗിലേക്ക് ടാപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ again returns to right leg, again തെയ് തെയ് താം. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? 3 start. തെയ് തെയ് താം, തക്ക തെയ് തെയ് താം, തെയ് തെയ് താം, തക്ക തെയ് തെയ് താം, തെയ് തെയ് താം, തക്ക തെയ് തെയ് താം, തെയ് തെയ് താം, തക്ക തെയ് തെയ് താം. ഇതാണ് നമ്മുടെ സെവൻത് തട്ടടവ്. എയ്ത്ത് തട്ടടവ്. എയ്ത്ത് തട്ടടവിന്റെ ചൊല്ല് വരുമ്പോ തെയ് 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 തെയ്. ഇതാണ് എയ്ത്ത് തട്ടടവ്. നമ്മൾ ഓൾട്ടർനേറ്റ് ലെഗ് ആയിട്ട് നമ്മളല്ലേ ടാപ്പ് ചെയ്യും. 1 2 3 4 5 6 7. 5 6 7 നമ്മൾ ടോട്ടൽ 7 ടാപ്പ് ചെയ്യുന്നുള്ളൂ, 8 ടാപ്പ് ചെയ്യുന്നില്ല. ഇതാണ് ഏറ്റവും ലാസ്റ്റ് തട്ടടവ്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? എയ്ത്ത് തട്ടടവ് തെയ് 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 ഇതാണ് നമ്മളുടെ എയ്ത്ത് തട്ടടവ്. നമ്മൾ ടോട്ടൽ 3 സ്പീഡിലാണ് ചെയ്യുന്നത്. ഞാൻ അവിടെ ആദ്യം ഒരു സ്പീഡേ ചെയ്തിട്ടുള്ളൂ, ഫസ്റ്റ് സ്പീഡ്. ബാക്കി സെക്കൻഡ് ആൻഡ് തേർഡ് സ്പീഡ് നിങ്ങൾ ചെയ്ത് നോക്കണം.
അപ്പൊ ഇതാണ് നമ്മുടെ തട്ടടവ്. എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും മാക്സിമം എല്ലാവരും കളിച്ച് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത അടവുമായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.